ഇവിടെ നിൽക്കുന്നത്. എൻ്റെ ഹസ്ബൻഡ് യൂറോപ്യൻ കൺട്രിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഒരു വർഷം മുന്നേ ഹസ്ബൻഡ് നാട്ടിൽ ജോലിക്കായിട്ട് പോയിട്ട് വളരെ ബുദ്ധിമുട്ടിയായിരുന്നു. സാലറിയുടെ കാര്യത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾക്ക്. ഇൻക്രിമെൻറ്റ് തരാം പല മാസങ്ങളിലും അവർ പറഞ്ഞിട്ടും ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പോകെ ഒരു മെയ് 2022 മെയ് 11 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം കറക്റ്റായിട്ടൊന്നും എനിക്ക് ഉടമ്പടിയുടെ കാര്യങ്ങളൊന്നും ഫോളോ ചെയ്യാൻ പറ്റിയില്ല. പത്രങ്ങൾ വാങ്ങിച്ചിട്ട് പോയാലും കറക്റ്റായിട്ട് കൊണ്ടു കൊടുക്കാനോ അല്ലെങ്കിൽ കുമ്പസാരിക്കാനോ അങ്ങനെ ഒന്നും കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ 3 മാസം കഴിഞ്ഞു. പുതുക്കേണ്ട സമയം വന്നു. ഞാനിവിടെ വന്ന് പുതുക്കി. ആ സമയത്ത് ഹസ്ബൻഡ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളി ഇവിടെ വെക്കേഷന് വന്നതായിരുന്നു. വെക്കേഷന് വന്നിട്ട് തിരിച്ചു പോകാൻ നിൽക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ അച്ഛനെ കാണാൻ പറ്റി. അച്ഛനെ കണ്ട് ബ്ലെസ് ചെയ്തു, പ്രാർത്ഥിച്ച് ഞങ്ങൾ പോയി. ഓഗസ്റ്റിലായിരുന്നു പുതുക്കാൻ വേണ്ടി വന്നത്. അതിന് 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ മൊബൈൽ നഷ്ടപ്പെട്ടു. അതൊരു ബാഗിനകത്ത് നിന്നൊരു കള്ളൻ എടുത്തിട്ട് പോയതായിരുന്നു. 1-ാം തീയതി ആയിരുന്നു, സെപ്റ്റംബർ 1-ാം തീയതി ആയിരുന്നു മൊബൈൽ നഷ്ടപ്പെട്ടത്. 5-ാം തീയതി എൻ്റെ ഹസ്ബൻഡിന് തിരിച്ച് വെക്കേഷൻ കഴിഞ്ഞ് ജോലിക്ക് ജോയിൻ ചെയ്യേണ്ടതായിരുന്നു. മൊബൈൽ പോയതിന് ശേഷം നമ്മുടെ എയർ ടിക്കറ്റ്, പിന്നെ അവിടുത്തെ ഡോക്യുമെൻറ്റ്സ്, അങ്ങനെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ എല്ലാവരുടെയും മൊബൈലിൽ സൂക്ഷിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ മൊബൈലുണ്ടായിരുന്നത് കൊണ്ട് മൊബൈൽ കിട്ടാണ്ട് ഒരു നിവൃത്തിയില്ലായിരുന്നു. എടുത്തിട്ട് പോയത് ഒരു ബംഗാളിയായിരുന്നു. മൊബൈൽ എടുത്തിട്ട് പോയി. ഒരു രാത്രിയും 2 പകലും ഞങ്ങൾ ഈ മൊബൈലിന് വേണ്ടി നടന്നു. അന്നേ ദിവസം പ്രധാനമന്ത്രി നമ്മുടെ എറണാകുളം ജില്ലയിൽ വരുന്നത് കൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെല്ലാവരും അതിൻ്റെ പുറകെ ആയിരുന്നു. ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കംപ്ലയിൻറ്റ് കൊടുത്തപ്പം അവർ പറഞ്ഞത് ഒരാഴ്ചയെങ്കിലും പിടിക്കും മൊബൈൽ കിട്ടാൻ. എൻ്റെ ഹസ്ബൻഡിന് ഒരു 4 ദിവസം കഴിയുമ്പോൾ പോവേണ്ടതായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലിരുന്ന് എല്ലാവരും അപ്പച്ചന്മാരും അമ്മച്ചിമാരും എല്ലാവരും ഒക്കെ പ്രാർത്ഥനയായിരുന്നു. പിറ്റേ ദിവസമായപ്പോൾ ഇതേപോലെ ഒരു ചൊവ്വാഴ്ചയായിരുന്നു. ഞാൻ അച്ഛൻ്റെ ടോക്ക് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും എൻ്റെ അമ്മ വിളിച്ചു. അമ്മ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇതോടെ ഞാൻ പ്രാർത്ഥനയൊക്കെ നിർത്തി, എനിക്ക് മതിയായി, എപ്പോഴും ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ എന്നെ വന്നുകൊണ്ടിരിക്കണം, എനിക്ക് മതിയായി എന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, നീ ഉടമ്പടി എടുത്തേല്ലേ, നീ ഇങ്ങനെ പറയാൻ കൊള്ളാവോ, നീ എണീറ്റ് പോയേ എന്ന് എന്നോട് പറഞ്ഞു. പോയി അന്വേഷിക്കുക എന്ന് പറഞ്ഞു. ഞാനപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇതായി. ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് ഞങ്ങൾ പറഞ്ഞു, അപ്പോൾ നമുക്ക് പോകാം, പോയി അന്വേഷിക്കാം. അതിന് മുന്നേ ഹസ്ബൻഡും ഞാനും കസിൻസ് എല്ലാവരും കൂടി ഒരു 4 കമ്പനികളിൽ ചെന്നു. അതായത് ഈ മൊബൈൽ നഷ്ടപ്പെട്ടു പോയ സ്ഥലത്ത് ഒരു 4 കമ്പനികളുണ്ടായിരുന്നു. ഈ ബംഗാളികൾ വർക്ക് ചെയ്യുന്ന 4 കമ്പനികളുണ്ടായിരുന്നു. ഏകദേശം 400ഓളം ബംഗാളികൾ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ വന്ന് അവർ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഞങ്ങളോട് പറഞ്ഞു. അതനുസരിച്ച് ഞങ്ങൾ ഈ 400 പേരെയും ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തു. അതിലൊന്നും ആളുണ്ടായിരുന്നില്ല. അതിനുശേഷം ഒരു സീവാളിൻ്റെ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് അവിടെയും കുറച്ച് ബംഗാളികൾ വർക്ക് ചെയ്യേണ്ടെന്ന് അറിഞ്ഞു. അങ്ങോട്ടേക്കാണ് ഞാനും ഹസ്ബൻഡും കൂടി പിറ്റേ ദിവസമായപ്പോൾ ഉച്ചയായപ്പോഴത്തേക്കും കിട്ടും എന്നുള്ള ഉറപ്പിൽ ഞങ്ങൾ പോയി. ഇറങ്ങിയപ്പോൾ തന്നെ മഴ പെയ്തു. 1 മണിയായിരുന്നു ആ സമയം. ഇറങ്ങിയപ്പോൾ തന്നെ നല്ല മഴ പെയ്തപ്പോഴത്തേക്കും ഹസ്ബൻഡ് എന്നെ വഴക്ക് പറഞ്ഞിട്ട് പറഞ്ഞു, നീ വരണ്ട, ഈ ബംഗാളികളുടെ ഇടയിലേക്കൊന്നും നീ വരണ്ട, നീ അവിടെ തന്നെ ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാനല്ല ഉടമ്പടി എടുത്തിരിക്കുന്നത്. അപ്പം അച്ഛനെപ്പോഴും ഇങ്ങനെ പറയണേക്കാലോ, ഉടമ്പടി എടുത്ത ആൾക്കാരുടെ കൂടെ മാതാവ് വരും, കർത്താവിൻ്റെ ദൈവത്തിൻ്റെ പ്രസൻസ് ഉണ്ടാവും എന്ന് പറയുമല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, ഞാനും വരാമെന്ന് പറഞ്ഞിട്ട് മാതാവിൻ്റെ കാശുരൂപം എടുത്തുകൊണ്ട് ഞങ്ങൾ പോയി. അപ്പോൾ 1 മണിക്ക് മഴ പെയ്തു. അത് 2 മണിയായപ്പോൾ മഴ തോർന്നു, നല്ല വെയിലായി. ഞങ്ങൾ പോയി ഹസ്ബൻഡ് വണ്ടി ഓടിക്കുന്നുണ്ടെങ്കിലും പുറകിലിരുന്ന് ഞാൻ കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ അമ്മച്ചിമാരൊക്കെ വീട്ടുകാരെല്ലാവരും നന്നായി പ്രാർത്ഥിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയി സീവാൾ പ്രൊജക്റ്റ് ചെയ്യുന്ന ആ ഓഫീസിലേക്ക് ചെന്നപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഒരു 6 മണിയാകുമ്പോൾ വാ, 6 മണിയാകുമ്പോഴത്തേക്കും ഈ വർക്കിന് പോയിട്ടുള്ള ആൾക്കാരെല്ലാവരും തിരിച്ച് അവരുടെ വരും, സൈറ്റിൽ താമസിക്കുന്ന സ്ഥലത്തേക്ക് വരും. അപ്പോൾ നിങ്ങൾ അങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ 6 മണിക്ക് തിരിച്ച് വരാമല്ലോ എന്ന് ഓർത്ത് ഇങ്ങനെ വിഷമിച്ചാട്ടോ ഞങ്ങൾ തിരിച്ചു പോകുന്നത്. കാര്യം എൻ്റെ ഹസ്ബൻഡിന് 4 ദിവസം കഴിയുമ്പോൾ പോകണം. ഞങ്ങളൊന്നും അതുമായി ബന്ധപ്പെട്ട് ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ തിരിച്ചു ഇറങ്ങുന്നതിന് മുമ്പേ ഹസ്ബൻഡ് പറഞ്ഞു, എനിക്ക് ആളുടെ മുഖം മറന്നു പോകുന്നു എന്ന് പറഞ്ഞു. ഞാൻ തൈലെടുത്ത് നെറ്റിയിൽ കുരിശ് വരച്ചിട്ട് പറഞ്ഞ് ഓർമ്മ കിട്ടും എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി. കുറച്ച് നേരം കഴിഞ്ഞു. അപ്പോൾ 2-2:30 മണിയായി. 2:30 മണിയായപ്പോഴത്തേക്കും
ഒരു ഒരു സ്ഥലം ഞങ്ങളിങ്ങനെ ഓരോ സ്ഥലം പാസ് ചെയ്യുമ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ മാതാവിൻ്റെ മുല്ലപ്പൂവിൻ്റെ മണം എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് മുല്ലപ്പൂവിൻ്റെ മണം കിട്ടുന്നുണ്ടെന്ന് പറയുമ്പോൾ ആളതൊന്നും ശ്രദ്ധിക്കണില്ല. പക്ഷേ എനിക്കപ്പോൾ ഉറപ്പായി പോയ സംഭവം കിട്ടാൻ സമയമായി എന്ന് എനിക്ക് ഉറപ്പായി. ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് എത്തിയപ്പോഴത്തേക്കും ഹസ്ബൻഡ് ഓർമ്മയില്ല എന്ന് പറഞ്ഞ എൻ്റെ ഹസ്ബൻഡ് വണ്ടിയുടെ 2 വീലറിൻ്റെ മിററിൽ കൂടി ഒരു മുഖം കണ്ടപ്പോൾ ഹസ്ബൻഡ് വണ്ടി നിർത്തിയിട്ട് അങ്ങോട്ടേക്ക് വണ്ടി എടുത്തിട്ട് എന്നോട് പറഞ്ഞു ഇതാണോ ആളെന്ന് എനിക്കൊരു സംശയം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു 2:30-3 മണി ആ ഒരു ടൈമായിട്ടുള്ളൂ. ഒരു ബജിക്കടയിൽ ആ സമയത്തേക്കാണ് ഒരു ബജിക്കടക്കാരൻ പണിയെടുക്കുന്ന സമയം. ആ 1 മണിക്ക് ഞാൻ നേരത്തെ ഇറങ്ങിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ കട തുറക്കില്ലായിരുന്നു, ഞങ്ങൾ കാണില്ലായിരുന്നു. ആ മഴ വന്നത് മാതാവ് ഞങ്ങൾക്ക് വേണ്ടി മഴ വരുത്തി തന്നതാണ്. അല്ലെങ്കിൽ ഞങ്ങൾ ആ സമയത്ത് ഇറങ്ങി ഒന്നും തന്നെ കാണാൻ പറ്റില്ലായിരുന്നു. ഈ പയ്യൻ അവിടെ ഇരുന്ന് ബജിക്ക് ഇങ്ങനെ കുഴച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹസ്ബൻഡ് അപ്പോൾ എന്നോട് പറഞ്ഞു എനിക്കൊരു സംശയം ഇതാണോ പയ്യനെന്ന്. കാര്യം അറിയാതെ നമ്മൾ ഒരാളെ പിടിച്ചിറക്കിയിട്ടുണ്ടെങ്കിൽ അതിലും വലിയ പ്രശ്നമാകുമല്ലോ. അങ്ങനെ ഈ മൊബൈൽ നഷ്ടപ്പെടുന്ന സമയത്ത് 3 പേരോളം ആ സമയത്ത് ആ സ്പോട്ടിലുണ്ടായിരുന്നു. അത് ഹസ്ബൻഡ് ഒരു കസിനായിരുന്നു. കസിനെ വിളിച്ചപ്പോൾ കസിൻ ആ സമയത്ത് ആ സ്ഥലത്ത് വരാൻ ഒരു സാഹചര്യമില്ല. പിന്നെ വേറൊരു പയ്യനായിരുന്നു. അപ്പോൾ ആ പയ്യനെ ഞങ്ങൾ വിളിക്കാനോ ഒന്നും മൊബൈലില്ല. ഹസ്ബൻഡിൻ്റെ മൊബൈലിലായിരുന്നു ആ പയ്യൻ്റെ നമ്പർ. ഞാൻ വേഗം തന്നെ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ആ പയ്യനൊന്നും ഇങ്ങോട്ട് വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ഇങ്ങനെ മനസ്സിലിങ്ങനെ പറഞ്ഞേ ഉള്ളൂ. ആ സ്പോട്ടിൽ ആ ചെറുക്കൻ അവിടെ എത്തി. അതെങ്ങനെ വന്നു എന്നെനിക്കറിയില്ല. ടേൺ എടുത്ത് ആ പയ്യൻ ഇങ്ങനെ പോവായിരുന്നു. പെട്ടെന്ന് വന്നു ആ പയ്യനെ വിളിച്ചു, ഒന്ന് പോയി ഐഡൻറ്റിഫൈ ചെയ്ത് കൺഫേം ചെയ്യാമോ എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു അത് തന്നെയാണ് മൊബൈൽ എടുത്ത പയ്യനെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കംപ്ലയിൻറ്റ് കൊടുത്തു. പോലീസുകാർ ഒരു മണിക്കൂറോളം ചോദ്യം ചെയ്തിട്ടും ഈ പയ്യൻ പറയുന്നത് മൊബൈൽ എടുത്തിട്ടില്ലെന്നാണ് പറയുന്നത്. ഞാൻ പുറത്തിരുന്ന് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, കൊന്തയൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അവസാനം 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ പയ്യൻ പറഞ്ഞു ഞാൻ എടുത്തിട്ടുണ്ട്, മൊബൈൽ വീട്ടിലുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഹസ്ബൻഡ് മൊബൈൽ എടുക്കാൻ വേണ്ടി പോയി. അപ്പോൾ എന്നോട് പറഞ്ഞു നീ ഇവിടെ തന്നെ മതി, ഞാൻ പോയി ഇട്ട് വരാമെന്ന് പറഞ്ഞ് 2 പോലീസുകാരുടെ ഹെൽപ്പിൽ ഇവർ 3 പേരും കൂടെ പോയി. അവിടെ ചെന്നപ്പോൾ കാണാൻ പറ്റിയത് അതിന് മുന്നേ ഈ മൊബൈൽ പോയിന്ന് എൻ്റെ അടുത്ത് അതിന് മുന്നേ എന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഫസ്റ്റിൽ ചെയ്തത് മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എൻ്റെ ഹസ്ബൻഡിൻ്റെ നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞ മൊബൈലിലേക്ക് ഞാൻ അയച്ചു കൊടുത്തു. അപ്പം എന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ഈ മൊബൈൽ ഇരിക്കുന്ന എവിടെയാണെങ്കിലും അമ്മ അവിടെ ഉണ്ടാവണേ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. പിറ്റേ ദിവസം മൊബൈൽ എടുക്കാൻ വേണ്ടി പോയപ്പോൾ എൻ്റെ ഹസ്ബൻഡ് കണ്ടത് ഈ ബംഗാളി എന്ന് പറഞ്ഞ ഈ പയ്യൻ്റെ വീട്ടിൽ വാതിൽ തുറന്നപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞ വാതിൽ തുറന്നപ്പോൾ ഞാൻ നേരെ കണ്ടത് കൃപാസന മാതാവിൻ്റെ ഫോട്ടോയാണെന്നാണ് പറഞ്ഞത്. കൃപാസന മാതാവ് അവിടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ മൊബൈലിന് കാവൽ നിൽക്കുന്നത് പോലെയാണ് ഞങ്ങൾക്ക്. ഹസ്ബൻഡ് തുറന്നപ്പോൾ തന്നെ ഹസ്ബൻഡ് പറഞ്ഞു എനിക്കെന്തോ പോലെ തോന്നിപ്പോയി, പെട്ടെന്ന് മാതാവ് അവിടെ ഇരിക്കണ പോലെ എനിക്ക് തോന്നിപ്പോയി. അങ്ങനെ മൊബൈൽ കിട്ടി. അതായിരുന്നു എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. ഇത് ഉടമ്പടി എടുത്തതിന് ശേഷമാണിത് സംഭവിച്ചത്. ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലിക്കുമായി ബന്ധപ്പെട്ട കാര്യത്തിനായിരുന്നു. 4 മാസത്തോളം ഞാൻ ഈ ഒരു കാര്യത്തിന് വേണ്ടി മാതാവിൻ്റെ അടുത്ത് എല്ലാ മാസവും വന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കും. കൂടെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ എല്ലാവർക്കും അത്യാവശ്യം നല്ല ഇൻക്രിമെൻറ്റ്, ഞങ്ങൾക്ക് മാത്രം ഈ ഒരു പ്രശ്നത്തിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു. ഞാൻ എല്ലാ മാസവും മാതാവിൻ്റെ അടുത്ത് വന്നിട്ട് പറയും എന്താ എന്നിട്ട് മാത്രം നോക്കാതെ അങ്ങോട്ട് മാത്രം നോക്കിയിരിക്കണം എന്താണെന്ന് എപ്പോഴും ഞാൻ മാതാവിനോട്ട് നോക്കി പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോഴും എനിക്ക് മനസ്സിലാകുന്നില്ല എൻ്റെ പ്രാർത്ഥനയുടെ കുറവുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കണമെന്ന് എനിക്ക് മനസ്സിലായില്ല. കഴിഞ്ഞ ഈ മാസം തന്നെ 5-ാം തീയതി ഞാനിവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോയി. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റണോട്ടാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് പോയത്. വീട്ടിൽ ചെന്നു. എല്ലാ കാര്യത്തിലും ഒരു അടുക്കും ചിട്ടയൊക്കെ വന്നു. പ്രാർത്ഥനയുടെ കാര്യത്തിൽ 2ാമത് ഉടമ്പടി എടുത്തതിന് ശേഷം അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കുമ്പസാരം ഞാൻ നടത്തിയിട്ടുണ്ടായിരുന്നില്ല. 3 വർഷമായിട്ട് ഞാൻ കുമ്പസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ലാസ്റ്റ് വീക്ക് ഞാൻ ഇതുപോലെ കുമ്പസാരിക്കാൻ എനിക്ക് പെട്ടെന്ന് ഞാൻ എല്ലാ ദിവസവും ചെല്ലും, പക്ഷെ എനിക്ക് കുമ്പസാരിക്കാൻ പറ്റാറില്ല. ഞാൻ കുമ്പസാരിച്ചതിൻ്റെ പിറ്റേ ദിവസം കുമ്പസാരിച്ചതിൻ്റെ പിറ്റേ ദിവസം രാവിലെ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലാൻ 5:30 മണിക്ക് എണീറ്റപ്പോൾ മാതാവിനോട് ഞാൻ ഭയങ്കര നിഷ്കളങ്കതയോടെ പറഞ്ഞു മാതാവ് ഇനി ഞാൻ ഈ കാര്യം പറഞ്ഞ് മാതാവിനെ ബുദ്ധിമുട്ടിക്കൂല. മാതാവ് എന്താണെങ്കിലും എനിക്ക് ഈ വിഷമം എനിക്കും എൻ്റെ ഹസ്ബൻഡിനും സഹിക്കാനുള്ള ഒരു ശക്തി മാത്രം തന്നാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. 5:30 മണിക്കായിരുന്നു ഞാനിത് പ്രാർത്ഥിച്ച് എഴുന്നേറ്റത്. 10 മണിയപ്പോൾ എനിക്ക് ഹസ്ബൻഡിൻ്റെ മെസ്സേജ് വന്നു, സാലറി ഇൻക്രിമെൻ്റ് ആയിട്ടോ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നു. അപ്പോൾ എനിക്കത് പെട്ടെന്ന് കേട്ടപ്പോൾ എനിക്ക് സങ്കടം വന്നു. ഞാൻ ഇത്രയും കുറേ ഞാൻ മാതാവിൻ്റെ അടുത്ത് അമ്മ എനിക്കിത് ചെയ്തതാ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ മാതാവ് എനിക്ക് കുറേ നീട്ടി. പക്ഷേ
നിഷ്കളങ്കതയോടെ ഞാൻ ചോദിച്ചു, അമ്മ ഞാൻ ഇനി അമ്മനെ ചോദിക്കണില്ല, അമ്മ എനിക്കിത് സഹിക്കാനുള്ള ശക്തി മാത്രം തന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അത് സാധിച്ചു തന്നു. ഇതാണ് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം. പിന്നെ മൂന്നാമത്, എൻ്റെ ഹസ്ബൻഡിന് ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ ഒരു ചെറിയൊരു കുരു വന്നപ്പോൾ മൂക്കിലും കണ്ണിലും, മൂക്കിനകത്താണ് കുരു വന്നത്, പക്ഷേ കണ്ണിലും ഇവിടെയൊക്കെ ആയി നീര്, കംപ്ലീറ്റ് ഇത്രയും സ്ഥലത്ത് നീരായിട്ട് ആൾക്ക് ജോലിക്ക് പോലും പോകാൻ പറ്റാതെ ഭയങ്കരമായിട്ട് ഇരിക്കുമായിരുന്നു. അവിടെ ഹോസ്പിറ്റലിൽ പോകാൻ ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു സമയമായിരുന്നു. ഹസ്ബൻഡ് അപ്പോൾ എന്നോട് പറഞ്ഞു എങ്ങനെ എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അന്നേരം ഉടമ്പടി നിർത്തിട്ടില്ലായിരുന്നു. ആരോ വഴി എൻ്റെ കയ്യിൽ കിട്ടിയ ഒരു തൈലം ഞാൻ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ഉടമ്പടിയൊന്നും എടുക്കാതെ ആരോ എപ്പോഴോ എൻ്റെ കയ്യിൽ കിട്ടിയൊരു തൈലമായിരുന്നു. അപ്പോൾ അത് ഞാൻ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അതുണ്ടെങ്കിൽ ഒന്ന് തൂത്ത് പ്രാർത്ഥിക്കട്ടാന്ന് പറഞ്ഞു. പക്ഷേ പുള്ളി അത് ചെയ്തെങ്കിലും പുള്ളി അങ്ങനെ കൃപാസനം എന്താണെന്നോ ഒന്നും നമുക്കത്ര വ്യക്തമായ ധാരണയില്ലായിരുന്ന സമയത്തായിരുന്നു. പക്ഷേ ഞാൻ വീട്ടിലിരുന്ന് സാക്ഷ്യങ്ങൾ സ്ഥിരമായിട്ട് കേൾക്കുക, അച്ഛൻ്റെ ടോക്കൊക്കെ സ്ഥിരമായിട്ട് കേൾക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നപ്പോൾ ആരോടും പറയാൻ ഹസ്ബൻഡ് പറഞ്ഞാൽ ആരോടും പറയണ്ട, വീട്ടിലൊന്നും പറയണ്ട എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര മനസ്സിലായി എന്തോ വലിയ സംഭവമാണെന്ന്. ഫോട്ടോ കാണിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടും നമുക്ക് പേടിപ്പെടുത്തേണ്ട രീതിയിലായിരുന്നു ആളുടെ രൂപം വരുന്നത്. അപ്പോൾ ഞാനിവിടെ ഇന്ന് രാത്രി ആയപ്പോഴത്തേക്ക് അച്ഛൻ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ദൂരെയുള്ള ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും സഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ആ രോഗമുള്ള സ്ഥലം നമ്മുടെ ശരീരമായി കണ്ട് നമ്മളത് തൊട്ട് പ്രാർത്ഥിക്കണമെന്ന്. ഞാൻ രാത്രി ആയപ്പോഴത്തേക്കും കൃപാസന മാതാവിൻ്റെ ഫോട്ടോയോ ഒന്നും എൻ്റെ കയ്യിലില്ലായിരുന്നു. മൊബൈലിനകത്ത് ഞാൻ കൃപാസന മാതാവിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് കൊന്ത ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ കയ്യിലുണ്ടായിരുന്ന തിരി തന്നെ വെച്ച് കത്തിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, ഇവിടുത്തെ പ്രാർത്ഥനയൊന്നും എനിക്കറിയില്ല, എന്നാലും രാവിലെ ആകുമ്പോൾ അത് പൊട്ടിയിരിക്കണേന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കണുണ്ട്. അപ്പോൾ എൻ്റെ മോനും എൻ്റെ കൂടെ എന്താ അമ്മ കാര്യം എന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു പപ്പക്ക് പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അവനും എൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചായിരുന്നു. കരഞ്ഞ് തന്നെ അവനും പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം ഇപ്പോൾ രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു മൂക്കിന് എന്തോ പൊട്ടിയിട്ട് ഒലിച്ചുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞു. അതും സുഖപ്പെട്ടു. ഇത് ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ ആയിരുന്നു. അപ്പോഴാണ് എനിക്ക് കൂടുതൽ വിശ്വാസമായി ഞാൻ ഉടമ്പടി എടുക്കാനായിട്ട് വന്നത്. പിന്നെ എൻ്റെ 2 കുഞ്ഞുങ്ങൾക്കും എപ്പോഴും പനിയായിരിക്കും. ഒരാൾക്ക് കഴിയുമ്പോൾ ഒരാൾക്ക് കഴിയുമ്പോൾ അങ്ങനെ ആയിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ തേൻ ഉപ്പൊക്കെ അവർക്ക് സ്ഥിരമായിട്ട് തന്നെ ഡെയിലി രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുന്നേ തന്നെ അവർക്ക് കൊടുക്കും. അങ്ങനെ അവർക്കും സുഖം പ്രാപിച്ചു. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും തന്ന ഈശോ വഴി, മാതാവ് വഴി തന്ന ഏറ്റവും വലിയ അനുഗ്രഹത്തിന് ഈശോയ്ക്കും